മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു നാട്ടിലൊരു സ്റ്റേഡിയം വരുന്ന കാര്യത്തിൽ ഇവിടുത്തെ MP UDF സ്ഥാനാർത്ഥി ഒരുമിച്ചൊക്കെയല്ലേ ചെയ്യേണ്ടത്? അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കേണ്ട വിഷയമാണ്. അതിലൊക്കെ ഇങ്ങനെ കേവലം തെരഞ്ഞെടുപ്പിൽ ഒരു വിവാദം സൃഷ്ടിക്കുക എന്നുള്ള ശ്രമം നടത്തുന്ന രീതി, ആ രീതി ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അവിടെ പ്രഖ്യാപിച്ച 1300 കോടി രൂപയുടെ സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതി നേരത്തെ പരസ്യപ്പെടുത്തിയ കാര്യമാണ്. കോഴിക്കോട് നഗരത്തിൽ ആ റോഡുകളൊക്കെ വന്നു കഴിഞ്ഞാലുള്ള മാറ്റം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. അത് ഇനി തെരഞ്ഞെടുപ്പിൽ ഓരോ ദിവസവും ഞങ്ങൾ നടത്തിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിൽ നോട്ടീസ് കിട്ടുകയാണെങ്കിൽ കൃത്യമായി ഇതിനകത്തുള്ള നിലപാട് വ്യക്തമാക്കി മറുപടി സ്റ്റേഡിയത്തിൻ്റെതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടത്തിക്കഴിഞ്ഞു. അതിന് മറ്റ് അലോട്ട്മെന്റുകൾ നടത്തിക്കഴിഞ്ഞു. സർക്കാർ എന്നുള്ളതിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഞങ്ങളുടെ ഇടപെടൽ യോഗത്തിന് ശേഷം മന്ത്രി തന്നെ വീണ്ടും പ്രഖ്യാപിച്ചു, വീണ്ടും കാര്യങ്ങൾ വിശദീകരിച്ചു. നവംബർ മാസം 9, 2023 മന്ത്രി ശ്രീ V. അബ്ദുറഹ്മാൻ തിരുവനന്തപുരത്ത് വെച്ച് കോഴിക്കോട്ട് സ്റ്റേഡിയം വരുന്നതിനെ കുറിച്ചും മറ്റും പ്രഖ്യാപിച്ചതാണ്. അന്ന് എല്ലാ പത്രത്തിലും വാർത്ത വന്നതാണ്. കോഴിക്കോട് ജില്ലയിലെയും ചില പത്രങ്ങളിൽ അത് വാർത്തയായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയത് പിന്നിൽ താല്പര്യം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ കോഴിക്കോട് ഇങ്ങനെ നടക്കുന്ന പ്രഖ്യാപനങ്ങളും വികസനങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനെങ്കിലും MP തയ്യാറാവണം. വെറും വികസനം മുടക്കാൻ മാത്രമായി നടക്കാൻ വേണ്ടി പാടില്ല. UDF അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ഗവൺമെന്റ് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ തീരുമാനിച്ച് പ്രഖ്യാപിച്ചാണ്. അതെ, അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ യോഗം എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിച്ച് മുന്നോട്ട് പോകുന്നു. അല്ല, അത് സ്ഥാനാർത്ഥി തന്നെ ഇന്നലെ വിശദീകരിച്ച് കഴിഞ്ഞ കാര്യമാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അവിടെ മുന്നിലിരിക്കുന്ന എല്ലാവരും മൊബൈലിൽ ഇത് പകർത്തുക, പ്രസംഗം പകർത്തുക. മുമ്പിലിരിക്കുന്ന എല്ലാവരും പ്രസംഗം പകർത്തുക. നിങ്ങൾക്കൊക്കെ പ്രസംഗം പരിശോധിക്കാമല്ലോ. അപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റാത്ത കാര്യമൊന്നുമല്ലല്ലോ നമ്മളാരും പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റാത്ത കാര്യം പറയുന്നവരുമല്ല നമ്മൾ. ഇതൊക്കെ സുതാര്യമായിട്ടാണല്ലോ പറയുന്നത്. അതിലെല്ലാവരും ഉണ്ടല്ലോ. അതിൽ പങ്കെടുത്തവരെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമല്ല, സ്പോർട്സ് മേഖലയിലുള്ള വിവിധ മേഖലകളിലുള്ളവരാണ്. ഇപ്പം എല്ലാവർക്കും അറിയാലോ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത്. അവിടെ പറഞ്ഞൊരു കാര്യം ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യമാണ്. അവിടെ പറഞ്ഞൊരു മറ്റേ കാര്യം പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ടാണ്, കോഴിക്കോട്ടെ റോഡിൻ്റെ കാര്യമാണ്. അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഏതോ ഒരു ചാനലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. ഇതിങ്ങനെ പറയുന്നത് കണ്ട് ആകെ പേടിച്ചിട്ട് ആരൊക്കെയോ പിടിച്ചു മാറ്റി എന്നൊക്കെ. അത് മുന്നിലും അവിടെയൊക്കെ ആളുകൾ ഇത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം പ്രചരണങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാദം സൃഷ്ടിക്കാനാണ്. അതിനെ ആ അർത്ഥത്തിലേ കാണുന്നുള്ളൂ. നോട്ടീസ് കൈ കിട്ടിയാൽ കൃത്യമായി മറുപടി കൊടുത്തു പോകുന്നതാണ്. പി എ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.